തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിലെ കേളമംഗലം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ചിന്നത്തെ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. അവിടെ സുരേഷ് എന്ന് പറയുന്ന ഒരാൾ താമസിച്ചിരുന്നു. ആളൊരു കൃഷിക്കാരനായിരുന്നു. ആളുടെ പാരൻസും കൃഷിക്കാരായിരുന്നു. അപ്പോൾ ഫാമിലി ലാൻഡിലായിരുന്നു ആൾ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. ആളുടെ ഭാര്യയുടെ പേര് ഭാരതി സുമതി എന്നായിരുന്നു. 26 വയസ്സായിരുന്നു അവർക്ക് പ്രായം. ഏകദേശം ഒരു 6-7 വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഒരു സുരേഷിൻ്റെയും അതുപോലെ തന്നെ സുമതിയുടെയും വിവാഹം കഴിയുന്നത്. ആ വിവാഹത്തിൽ അവർക്ക് 3 കുഞ്ഞുങ്ങൾ പിറക്കുകയാണ്. മൂത്തത് 2 പെൺകുട്ടികളായിരുന്നു. അപ്പോൾ ആ പെൺകുട്ടികളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു 5 വയസ്സും അതേപോലെ തന്നെ 3 വയസ്സുമാണ് ആ കുട്ടികളുടെ പ്രായം. അപ്പോൾ 2 പെൺകുഞ്ഞ് ജനിച്ചു. അതിനുശേഷം ഒരു ആൺകുഞ്ഞ് ജനിക്കണം എന്നുള്ളത് സുരേഷിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരുപാട് അമ്പലങ്ങൾ ആൾ കയറി ഇറങ്ങി. അതേപോലെ തന്നെ പല പല കാര്യങ്ങൾ ചെയ്തു. പല പല നേർച്ചകൾ വഴിപാടുകളെല്ലാം ആൾ നോക്കുകയാണ്. എന്തിനേറെ പറയുന്നു, ഒരു ആൺകുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കുലദൈവത്തിന്റെ അമ്പലത്തിൽ 1 ലക്ഷം രൂപ കാണിക്കയിടാമെന്നുള്ളൊരു നേർച്ച വരെ ആൾ നേരുകയാണ്. അപ്പോൾ ആളത്ര വലിയ റിച്ച് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. 1 ലക്ഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു എമൗണ്ട് തന്നെയാണ് അവർക്ക്. സോ ആൾ കൃഷി ചെയ്ത് സ്വരുക്കൂട്ടി വെച്ചിരുന്ന ആ ഒരു പൈസയിൽ 1 ലക്ഷം രൂപ അമ്പലത്തിലോട്ട് കൊടുക്കാൻ ആൾ തയ്യാറാവുകയാണ്. അത്രത്തോളം ഒരു ആൺകുഞ്ഞിനോടുള്ള ഒരു ആഗ്രഹം ആൾക്കുണ്ടായിരുന്നു. അങ്ങനെ ആളുടെ വൈഫ് വീണ്ടും പ്രഗ്നന്റ് ആവുകയാണ്. യെസ്, സുമതി 3ാമത് പ്രഗ്നന്റ് ആയി. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു ആൺകുഞ്ഞിന് അവർ ജന്മം നൽകുകയും ചെയ്തു. ധ്രുവം എന്നായിരുന്നു ആ ഒരു കുഞ്ഞിന് അവരുടെ പേര്. അപ്പോൾ നല്ല ആഘോഷപരമായിട്ടുള്ള പരിപാടികൾ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. വീട്ടിൽ ബന്ധുക്കളൊക്കെ വരുന്നു, അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. അതേപോലെ തന്നെ അടുത്തുള്ള ഒരു കുലദൈവത്തിന്റെ അമ്പലത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ 1 ലക്ഷം രൂപ ആൾ കാണിക്കേട്ടു. അങ്ങനെ എല്ലാം നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ആ ഒരു സന്തോഷത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. എല്ലാം തന്നെ വളരെ പെട്ടെന്ന് തകിടം മറിയുകയായിരുന്നു. അപ്പോൾ അത്രത്തോളം ട്വിസ്റ്റുകളും ടേണുകളും നിറഞ്ഞ സുരേഷിൻ്റെയും സുമതിയുടെയും ആ ഒരു കഥയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. അന്ന് കൃത്യമായി പറഞ്ഞാൽ നവംബർ 4, 2025 ഏകദേശം വൈകുന്നേരം 3 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ആ സമയത്ത് വീട്ടിൽ സുമതിയും കുഞ്ഞും മാത്രം തനിച്ചായിരുന്നു. സുമതി എന്നത്തെയും പോലെ ആ കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുഞ്ഞിനൊരു പൊസിഷനിൽ വെച്ചിട്ടാണല്ലോ അമ്മമാർ പാലും കാര്യങ്ങളൊക്കെ കൊടുക്കുക. സൂക്ഷിച്ചത് ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ തലയിൽ കയറാനുള്ള സാധ്യതകളും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അങ്ങനെ ആ കുഞ്ഞിൻ്റെ തലയിൽ പാല് കയറുകയാണ്. അങ്ങനെ ആ കുഞ്ഞിന് ശ്വാസം മുട്ടാണ്. സുമതി ആകപ്പാടെ പെട്ടെന്നുകൊണ്ട് പേടിച്ചു. കുഞ്ഞിനെ കമിഴ്ത്തി കിടത്തിയിട്ട് പുറത്തടിച്ചു നോക്കി. അതേപോലെ തന്നെ നെഞ്ചിലൊക്കെ പ്രസ് ചെയ്തു. എന്നാൽ കുഞ്ഞ് ശ്വാസം എടുക്കുന്നില്ല. കുഞ്ഞിൻ്റെ ശ്വാസം നിന്നു. ആകപ്പാട് ആ സ്ത്രീ പേടിച്ചിട്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവർ നേരെ വീടിൻ്റെ പുറത്തോട്ട് ഓടുകയാണ്. നൈബേഴ്സിൻ്റെ അടുത്തൊക്കെ പറയാണ് കുഞ്ഞ് ശ്വാസം എടുക്കണില്ല, കുഞ്ഞ് ശ്വാസം എടുക്കണില്ലാണ്. അങ്ങനെ എല്ലാവരും കൂടെയും അവിടെ കൂടി പെട്ടെന്ന് ആ ഒരു കുഞ്ഞിനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാനായിട്ട് നിൽക്കുന്ന ആ ഒരു ടൈമിൽ ഈ സുരേഷിൻ്റെ സിസ്റ്ററും അതേപോലെ തന്നെ കുട്ടികളും പുറത്തു പോയൊക്കെ ആയിരുന്നു. അവരും കൂടെ അങ്ങോട്ട് എത്തുകയാണ്. ഉടനെ തന്നെ ആ ഒരു കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോവുകയും ചെയ്തു. എന്നാൽ ആശുപത്രിയിൽ ആ ഒരു കുഞ്ഞിനെ പരിശോധിച്ച പീഡിയാട്രീഷ്യൻ പറഞ്ഞത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കുഞ്ഞ് ഹോസ്പിറ്റലിലോട്ട് എത്തുന്നതിനും ഒരുപാട് നേരം മുൻപ് തന്നെ മരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഈ ഒരു വാർത്ത കേട്ട് സുരേഷ് ആയിക്കോട്ടെ ആളുടെ ഭാര്യയായിട്ടുള്ള സുമതി ആയിക്കോട്ടെ ആകെപ്പാടെ തകർന്നു പോവുകയാണ്. അവരുടെ 2 പേരുടെയും കരച്ചിൽ ആ ഒരു ഹോസ്പിറ്റലിലുള്ള ആർക്കും തന്നെ കണ്ടു നിൽക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രത്തോളം സങ്കടത്തിലായിരുന്നു അവർ. അതായത് ആറ്റുനോറ്റ് അവർക്ക് ഒരു ആൺകുഞ്ഞ് ജനിക്കുകയാണ്. ആ കുട്ടി ജനിച്ചിട്ട് ഒരു 5 മാസങ്ങൾ മറ്റോ കഴിഞ്ഞപ്പോഴാണ് ആ കുട്ടി അതിദാരുണമായിട്ട് മരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഡോക്ടേഴ്സിനും മറ്റൊക്കെ ചെറിയ സംശയവും കാര്യങ്ങളും തോന്നുകയാണ്. അപ്പോൾ ഒരു അൺനാച്ചുറൽ ഡെത്തായിട്ട് ഇതിനെ കണക്കാക്കുകയാണ്. അതുകൊണ്ട് തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോട്ടും മറ്റും ഡോക്ടേഴ്സ് വിവരം അറിയിക്കുകയും ചെയ്തു. വിവരമറിഞ്ഞ പോലീസുകാർ നേരെ അങ്ങോട്ട് എത്തുകയാണ്. ബോഡിയും കാര്യങ്ങളും ഓട്ടോപ്സി ചെയ്യണമെന്ന് അവർ ഇവരുടെ അടുത്ത് ആവശ്യപ്പെടുകയാണ്. എന്നാൽ സുരേഷ് അതിന് സമ്മതിച്ചില്ല. തൻ്റെ കുഞ്ഞ് ഇത്രയും ചെറിയൊരു കുട്ടിയാണെന്നും ആ ഒരു കുഞ്ഞിൻ്റെ ബോഡി കീറി മുറിക്കാനായിട്ട് തങ്ങൾക്ക് തീരെ താല്പര്യമില്ല എന്നും ഈ ഒരു കുഞ്ഞ് ശ്വാസം മുട്ടിയിട്ട് തന്നെ മരിച്ചതായിരിക്കും എൻ്റെ ഭാര്യ എനിക്ക് വിശ്വാസമാണെന്നുള്ള കാര്യങ്ങളൊക്കെ ആളിങ്ങനെ പോലീസിൻ്റെ അടുത്ത് പറയായിരുന്നു. എന്നാൽ പോലീസുകാർ വീണ്ടും ആളെ നിർബന്ധിക്കുകയാണ് ഓട്ടോപ്സി ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ സുരേഷ് തീരെ കുലുങ്ങുന്നുണ്ടായിരുന്നില്ല. അവസാനം പോലീസുകാരും ആളുടെ ആ ഒരു ഇതിന് ഓക്കെ പറയുകയാണ്. ലാസ്റ്റ് ആ ഒരു കുഞ്ഞിൻ്റെ ബോഡി മറവുകയും ചെയ്തു. ഇവരുടെ വീടിനോട് ചേർന്നിട്ട് തന്നെയുള്ള കൃഷിസ്ഥലത്തിനടുത്തായിരുന്നു ആ ഒരു കുഞ്ഞിൻ്റെ ബോഡി അവർ മറവ് ചെയ്തത്. അങ്ങനെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. എല്ലാവരും വല്ലാത്തൊരു സിറ്റുവേഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. ആരും പ്രതീക്ഷിക്കാത്ത ഒരു മരണം തന്നെയായിരുന്നു അവിടെ നടന്നത്. അങ്ങനെ അതിൻ്റെ പിറ്റേ ദിവസം വീടും കാര്യങ്ങളെല്ലാം വൃത്തിയാക്കാണ്. ഒരു മരണം നടന്ന വീടാവുമ്പോൾ വീടൊക്കെ വൃത്തിയാക്കുമല്ലോ. അപ്പോൾ അങ്ങനെ സുരേഷ് തൻ്റെ മുറിയും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കാര്യം കാണുകയാണ്. അതായത് ആളൊരു പെട്ടിയൊക്കെ തുറന്ന് നോക്കുമ്പോൾ ഒരു തുണിയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സാധനം കണ്ടു. എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ആൾ ആ ഒരു തുണി അഴിച്ചു നോക്കിയപ്പോൾ അതിൽ ഒരു മൊബൈൽ ഫോൺ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആളങ്ങനെ ആ ഒരു ഫോൺ സ്വിച്ച് ഓൺ ചെയ്ത് നോക്കുകയാണ്.
അതിനു മുൻപ് ആ വീട്ടിൽ അങ്ങനെയുള്ള ഒരു ഫോൺ ആൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. സ്വിച്ച് ഓൺ ചെയ്ത് നോക്കിയപ്പോൾ അത് തൻ്റെ ഭാര്യയായിട്ടുള്ള സുമതിയുടെ ഫോണാണെന്ന് ആൾക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ ആ ഒരു ഫോൺ ആൾ ചെക്ക് ചെയ്യുകയായിരുന്നു. ആ ഒരു ഫോൺ ചെക്ക് ചെയ്തപ്പോൾ അക്ഷരാർത്ഥത്തിൽ ആളുടെ തല കറങ്ങി പോവുകയായിരുന്നു. ഇതൊക്കെ കണ്ട് ഷോക്കായ ആൾ ഉടനെ തന്നെ സുമതി അന്വേഷിക്കുകയാണ്. എന്നാൽ ആ വീട്ടിൽ എവിടെയും സുമതി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആള് പുറത്തിറങ്ങി നൈബേഴ്സിന്റെ അടുത്ത് സുമതിയെ കണ്ടോ എന്ന് ചോദിച്ചു. എന്നാൽ ആരും തന്നെ സുമതിയെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സുരേഷ് ആ ഒരു ഫോണിൽ കണ്ടത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചില മെസ്സേജുകളായിരുന്നു. അതിൽ തൻ്റെ സ്നേഹം സ്ഥാപിക്കാനായിട്ട് സുമതി ശ്രമിക്കുന്ന മെസ്സേജുകളായിരുന്നു അധികവും. അതായത്, നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊന്നു, ഇനിയെങ്കിലും നിനക്ക് എൻ്റെ സ്നേഹം മനസ്സിലായോ തുടങ്ങിയിട്ടുള്ള മെസ്സേജുകളായിരുന്നു അതിലുണ്ടായത്. അതുപോലെ തന്നെ ആ ഫോണിൻ്റെ ഗാലറിയും മറ്റുമൊക്കെ തുറന്നു നോക്കിയപ്പോൾ തൻ്റെ ഭാര്യയും ഭാര്യയുടെ ലവറും ഇൻറ്റിമേറ്റ് ആയിട്ടിരിക്കുന്ന ഫോട്ടോസും വീഡിയോസും എല്ലാം തന്നെ ആൾ കണ്ടെത്തുകയാണ്. വാട്സാപ്പ് ചാറ്റുകളിലും ഇത് തന്നെയായിരുന്നു അവസ്ഥ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ, നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ എൻ്റെ മകനെ കൊന്നു, ഇപ്പോൾ നിനക്ക് എൻ്റെ പ്രണയത്തിൽ വിശ്വാസമായില്ലേ തുടങ്ങിയിട്ടുള്ള ചാറ്റുകളൊക്കെ ആയിരുന്നു അതിൽ അവസാനമായിട്ടുണ്ടായിരുന്നത്. ഈ സത്യങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സുരേഷ് ആകപ്പാടെ തകർന്നു പോവുകയാണ്. ആളും വൈഫും തമ്മിൽ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും തൻ്റെ സ്വന്തം കുഞ്ഞിനെ തൻ്റെ ഭാര്യ കൊല്ലൂ എന്നുള്ളത് ആൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആളങ്ങനെ തൻ്റെ തൊട്ടടുത്തുള്ള റിലേറ്റീവ്സിൻ്റെ അടുത്തും അതേപോലെ തന്നെ കുറച്ച് നൈബേഴ്സിൻ്റെ അടുത്തുമൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയാണ്. തൻ്റെ വൈഫിൻ്റെ ഫോൺ തനിക്ക് കിട്ടിയെന്നും അതേപോലെ തന്നെ വൈഫാണ് ഇതിൻ്റെ കാരണക്കാരി എന്നും താനൊരു മണ്ടനാണെന്നും ആൾ പറയാണ്. അതായത്, അന്ന് പോലീസുകാർ മര്യാദക്ക് പറഞ്ഞാണ് ഓട്ടോപ്സി ചെയ്യുന്നുള്ളത്. എന്നിട്ട് ഞാനായിരുന്നു സമ്മതിക്കാതിരുന്നത്. എൻ്റെ ഭാര്യ എനിക്ക് അത്രത്തോളം വിശ്വാസമുള്ളത് കൊണ്ടാണ് താൻ സമ്മതിക്കാതിരുന്നത്. തൻ്റെ മണ്ടത്തരം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. എന്തായാലും ആ ഒരു ബോഡി ഓട്ടോപ്സി ചെയ്യണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിൽ ആളെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയായിരുന്നു. അങ്ങനെ ഈ വിവരം നാട്ടുകാരെല്ലാവരും അറിയുകയാണ്. നാട്ടുകാർ ഈ വിവരം അറിഞ്ഞ കാര്യം സുമതിയും അറിഞ്ഞു. അപ്പോൾ ഹസ്ബൻഡിൻ്റെ കയ്യിൽ ആ ഒരു ഫോൺ കിട്ടിയത് കണ്ടപ്പോൾ ആ സ്ത്രീ ആ വീട്ടിൽ നിന്ന് മുങ്ങിയതായിരുന്നു. കാരണം ആ ഒരു ഫോൺ തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ തൻ്റെ എല്ലാ സീക്രട്സും പുറത്താവും എന്നുള്ളത് സുമതിക്ക് ഉറപ്പായിരുന്നു. ഇപ്പോൾ പോരാത്തതിന് ഹസ്ബൻഡ് ആ ഒരു സീക്രട്ട് തൻ്റെ ഉള്ളിൽ വെക്കുകയല്ലാതെ എല്ലാവരുടെ അടുത്തും പറഞ്ഞു. ഇനി നെക്സ്റ്റ് ആൾ പോലീസ് സ്റ്റേഷനിൽ പോകാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ സുമതി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് അവർ ഹസ്ബൻഡിനെ കോൾ ചെയ്യുകയായിരുന്നു. ഫോൺ ചെയ്തിട്ട് അവർ പറഞ്ഞു, എനിക്ക് തെറ്റുപറ്റി, ഒരു അബദ്ധത്തിൽ ചെയ്തതാണ്, ഒരു എടുത്തുചാട്ടത്തിൽ ചെയ്തതാണ്, നിങ്ങൾ എന്ത് ശിക്ഷ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും സ്വീകരിക്കാനായിട്ട് ഞാൻ തയ്യാറാണ്, എന്നെ എത്ര വേണമെന്നുണ്ടെങ്കിലും തല്ലിക്കോ, ദയവേത് പോലീസിൽ പോകരുത് എന്നുള്ളൊരു രീതിയിലായിരുന്നു ആ ഒരു സ്ത്രീ സുരേഷിൻ്റെ അടുത്ത് സംസാരിച്ചത്. അപ്പോൾ സുരേഷ് തിരിച്ചു ചോദിച്ചു, നീ എവിടെയാണ്? എൻ്റെ മോനെയും കൊന്നിട്ട് നീ എങ്ങോട്ടാണ് ഓടിയത്? എന്തിനാണ് നീ അത് ചെയ്തത്? എനിക്ക് നിൻ്റെ വായെന്ന് കേൾക്കണമെന്ന് ആൾ പറയുകയാണ്. ആളിത് അങ്ങോട്ട് പറയുന്നുണ്ട്. അവിടെ നിന്ന് ഈ ഒരു സുമതി എന്ന് പറയുന്ന സ്ത്രീ, എനിക്ക് അബദ്ധത്തിൽ പറ്റിപ്പോയതാണ്, എൻ്റെ ആ ഒരു മണ്ടത്തരത്തിൽ പറ്റിപ്പോയതാണെന്നുള്ളൊരു കാര്യം റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ തിരിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. സുരേഷ് പറഞ്ഞു, ഓക്കെ, കാര്യങ്ങളൊക്കെ ശരി തന്നെ, എന്ത് കാര്യത്തിന് ഒന്നും അറിയാത്ത ഒരു പാവം പിഞ്ചു കുഞ്ഞിനെ നീ ഇല്ലാതാക്കി, എനിക്ക് നിന്റെ വായിൽ നിന്ന് തന്നെ അത് കേൾക്കണം, കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് അയാൾ തീർത്ത് പറയുകയായിരുന്നു. അവസാനം സുമതി എല്ലാം തന്നെ തുറന്നു പറഞ്ഞു. തൻ്റെ ലവറിന് വേണ്ടിയിട്ടായിരുന്നു താൻ ഇതൊക്കെ തന്നെ ചെയ്തത്. അതായത്, പുതിയ കുഞ്ഞ് ജനിച്ചതിന് ശേഷം തനിക്ക് കുഞ്ഞിൻ്റെ അടുത്താണ് കൂടുതൽ സ്നേഹം, തൻ്റെ ലവറിൻ്റെ അടുത്ത് തീരെ സ്നേഹമില്ല എന്നുള്ളൊരു രീതിയിൽ അവർ കുറ്റപ്പെടുത്തുന്നത് സ്ഥിരമായിരുന്നു. അങ്ങനെ അത് താങ്ങാൻ പറ്റാതെ വന്നപ്പോഴാണ് തൻ്റെ സ്നേഹം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് താൻ തൻ്റെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്നുള്ളൊരു സത്യം ആൾ തൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയുകയാണ്. ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ കണ്ടപ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഈ ഒരു സുമതി എന്ന് പറയുന്ന സ്ത്രീയുടെ ലവർ ഒരു പുരുഷനല്ല, അതൊരു സ്ത്രീ തന്നെയാണ്. സുമിത്ര എന്നായിരുന്നു അവരുടെ പേര്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരു ലെസ്ബിയൻ റിലേഷൻഷിപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സുമിത്രയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 23-24 വയസ്സ് അവർക്ക് പ്രായം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ അടുത്തടുത്ത വീടുകളിലായിരുന്നു താമസിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ സുരേഷിന് കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലായി. ആള് നേരെ പോലീസ് സ്റ്റേഷനിൽ പോവുകയാണ്. എന്നിട്ട് തൻ്റെ കുഞ്ഞിനെ ഓട്ടോപ്സി ചെയ്യണമെന്ന് ആൾ പോലീസുകാരുടെ അടുത്ത് ആവശ്യപ്പെട്ടു. ഇത് കേട്ട പോലീസുകാർ തന്നെ ഷോക്കായി പോയി. ആദ്യം നീ തന്നെ പറഞ്ഞ ഓട്ടോപ്സിയും കാര്യങ്ങളൊന്നും വേണ്ട, ഇപ്പം നീ തന്നെ പറയണ ഓട്ടോപ്സി വേണം എന്നുള്ളത്. അങ്ങനെ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു റീസൺ എന്നുള്ളതിനെക്കുറിച്ച് ഇങ്ങോട്ട് പോലീസുകാർ ചോദിക്കുകയാണ്. അപ്പോഴാണ് ഈ തെളിവുകളും മറ്റുമൊക്കെ ആൾ പോലീസിന് കാണിച്ചു കൊടുക്കുന്നത്. തൻ്റെ ഭാര്യയാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് തനിക്ക് തീർച്ചയാണെന്നും, അപ്പോൾ എന്തായാലും തൻ്റെ കുഞ്ഞിൻ്റെ ബോഡി ഓട്ടോപ്സി ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധം ആൾ പിടിക്കുകയാണ്. അങ്ങനെ പോലീസുകാർ ബാക്കിയുള്ള പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ തീർത്തതിന് ശേഷം ആ ഒരു കുഴി രണ്ടാമത് തോണ്ടിയിട്ട് ആ കുഞ്ഞിൻ്റെ ബോഡി എടുത്ത് ഓട്ടോപ്സി ചെയ്യുകയായിരുന്നു. അങ്ങനെ ഓട്ടോപ്സി റിപ്പോർട്ട് വന്നു. ശ്വാസം മുട്ടിച്ചിട്ട് ആ ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണ് എന്നുള്ളത് ആ ഒരു റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു. എന്നാൽ സുരേഷ് സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു കാര്യമെന്ന് പറഞ്ഞപ്പോൾ പോലീസിനെ തന്നെ അക്ഷരാർത്ഥത്തിൽ വിശ്വസിക്കാനായിട്ട് സാധിച്ചില്ല.
അതായത് ഒരു സ്ത്രീ വേറൊരു സ്ത്രീയെ പ്രണയിക്കുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കാം, എന്നാലും ഇവരുടെ പ്രണയത്തിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞു വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ ഒരു കുഞ്ഞിനെ കൊല്ലാനും മാത്രമുള്ള ആ ഒരു ഇതെവിടെ നിന്ന് വന്നു എന്നുള്ളതായിരുന്നു പോലീസിൻ്റെ ഒരു ചിന്ത. അങ്ങനെ അവർ ഡീറ്റെയിൽ ആയിട്ട് ആദ്യം തന്നെ സുരേഷിനെ ക്വസ്റ്റ്യൻ ചെയ്യാണ്. അപ്പോൾ ആൾക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. ഏകദേശം ഒരു 2.5-3 വർഷങ്ങൾക്ക് മുൻപാണ് ചില കാര്യങ്ങൾ ആളുടെ ചെവിയിലെത്തുന്നത്. അത് നാട്ടിലുള്ളൊരു സംസാരമായിരുന്നു. നാട്ടിലുള്ള ഒരുപാടധികം ആളുകൾ ഈ ഒരു സുരേഷിൻ്റെ ഭാര്യയെക്കുറിച്ചും ആളുടെ അയൽവാസിയായിട്ടുള്ള ആ ഒരു സ്ത്രീയെക്കുറിച്ചും വളരെ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കാനായിട്ട് തുടങ്ങി. അതായത് ഈ ഒരു സുമിതയും സുമിത്രയും എപ്പോഴും ഒരുമിച്ചാണ് നടക്കുന്നത്, അവർ കെട്ടിപ്പിടിച്ച് നടക്കുന്നു, ചിരിക്കുന്നു, ഇടയ്ക്ക് ഉമ്മ വെക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ആളുകൾ കൂടുതലായിട്ട് നോട്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇവർ ജസ്റ്റ് ഫ്രണ്ട്സ് അല്ല, ഇവർക്കിടയിൽ വേറെ എന്തോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളത് ആളുകൾ സെൻസ് ചെയ്യുകയാണ്. അത് അവർ പരസ്പരം പറയാനും തുടങ്ങി. അങ്ങനെയാണ് ഈ ഒരു കാര്യം ഇയാളുടെ ചെവിയിൽ എത്തുന്നത്. അങ്ങനെ ഒരു ദിവസം ഇത് ആളുടെ ഭാര്യയുടെ അടുത്ത് ചോദിക്കാൻ തന്നെ സുരേഷ് തീരുമാനിക്കുകയാണ്. അങ്ങനെ ആൾ സുമതിയുടെ അടുത്ത് ചോദിച്ചു, നീയും സുമിത്രയും തമ്മിൽ എന്താണ് ബന്ധം? അതേപോലെ തന്നെ നാട്ടുകാർ ഓരോന്ന് പറയുന്നത് ഈ കേൾക്കുന്നില്ലേ, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് ചോദിച്ചപ്പോൾ ഈ ഒരു സുമതി അക്ഷരാർത്ഥത്തിൽ വയലൻ്റ് ആവുകയാണ്. ഞാനും അവളും തമ്മിൽ ജസ്റ്റ് ഫ്രണ്ട്സാണ്, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്, നിങ്ങൾക്കൊക്കെ എന്താ പ്രാന്തായോ? അപ്പോൾ ഈ 2 കുട്ടികൾ ആരുടെയാണെന്നുള്ളത് ഇയാളുടെ അടുത്ത് തിരിച്ച് ചോദിക്കുകയാണ്. ഞാൻ അവളുടെ കൂടെ കിടന്നിട്ടാണ് ഈ 2 കുട്ടികളുണ്ടായത്, ഈ കുട്ടികളുടെ തന്ത നിങ്ങൾ തന്നെയല്ലേ, എന്നിട്ട് നിങ്ങൾക്ക് എന്നോട് എന്താണ് ഇത്ര സംശയം എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഇയാൾക്കും തോന്നി ഓക്കെ, ഞാൻ എൻ്റെ ഭാര്യയെ ഒരു കാര്യമില്ലാണ്ട് സംശയിക്കുകയാണല്ലോ എന്നുള്ളത്. പിന്നെ ആ ഒരു ടോപ്പിക്ക് അയാൾ അതിൻ്റെ ഇടയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാലും അവരുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇയാൾക്കും തോന്നി ഇവർ തമ്മിൽ എന്താ പറയുക, കൂടുതലായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടെന്നുള്ളത്. ഈ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷം സുമതിയെ കൂടുതലായിട്ട് ഈ ഒരു സുരേഷ് നോട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അവർ ഫുൾ ടൈം ഫോണിൽ സംസാരിക്കുന്നതും വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുന്നതൊക്കെ ആൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ അപ്പുറത്തെ വീട്ടിലുള്ള സുമിത്രയുമായിട്ടാണെന്നുള്ളതും ആൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ഒരു സുമതി വീണ്ടും പ്രഗ്നൻ്റ് ആവുകയാണ്. അങ്ങനെ സുരേഷ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവർക്ക് ഒരു ആൺകുഞ്ഞ് പിറന്നു. ധ്രുവൻ എന്ന് ആ ഒരു കുഞ്ഞിനെ പേര് വെക്കുകയും ചെയ്തു. ആ ഒരു കുഞ്ഞ് പറഞ്ഞ് ഏകദേശം ഒരു 2-3 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിൽ നല്ല അടി ഉണ്ടാവുകയാണ്. ഈ സുമിത്രയുടെ പേരും പറഞ്ഞ് തന്നെയായിരുന്നു അടി. നീ സുമിത്രയുമായിട്ടുള്ള കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യണം എന്നുള്ളത് സുരേഷ് തൻ്റെ ഭാര്യയായിട്ടുള്ള സുമിതയുടെ അടുത്ത് പറയുകയാണ്. അപ്പോൾ ആ ഒരു സ്ത്രീ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ സ്വന്തം സഹോദരനെ പോലെയാണ്, എൻ്റെ അത്രയും അടുത്ത കൂട്ടുകാരിയാണ്, ഒരിക്കലും എനിക്ക് അവരുമായിട്ടുള്ള കോണ്ടാക്റ്റ് കട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഇവർ തീർത്ത് പറയുകയാണ്. അവസാനം ഇയാൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തൻ്റെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞു, നീ എന്തായാലും കുറച്ച് നാൾ നിൻ്റെ വീട്ടിൽ പോയിട്ട് നിൽക്ക്, നമ്മളുടെ 2 പെൺമക്കളെ എൻ്റെ പെങ്ങൾ നോക്കിക്കോളും, ഞാൻ അവളുടെ അടുത്ത് കൊണ്ടുപോയി നിർത്തിക്കോളാം, നീ കുറച്ച് ദിവസം സമാധാനമായിട്ട് നിൻ്റെ വീട്ടിൽ പോയിട്ട് നിൽക്കാനായിട്ട് പറഞ്ഞുകൊണ്ട് അവരെ അവരുടെ സ്വന്തം വീട്ടിലോട്ട് സുരേഷ് പറഞ്ഞയക്കുകയായിരുന്നു. അതിനുശേഷം ഒരു 2 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് സുനിത തൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് തിരിച്ചു വരുന്നത്. എന്നാൽ അതിനിടയിൽ കുറേ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇയാളുടെ വീട്ടുകാരും അവരുടെ വീട്ടുകാരൊക്കെ ഇരുന്നിങ്ങായിട്ട് സംസാരിച്ചു. അതായത് ആ ഒരു സ്ത്രീയായിട്ട് വലിയ കോണ്ടാക്റ്റ് ഒന്നും പാടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് ഇവർ തമ്മിലുണ്ടെന്നുള്ളത് സുരേഷ് പറയുകയും ചെയ്തു. ഈ സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഒപ്പോസ് ചെയ്യാണ്. അങ്ങനെ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതിനുശേഷം എല്ലാം പറഞ്ഞ് തീർത്തതിന് ശേഷമാണ് 5 മാസങ്ങൾക്ക് ശേഷം, അതായത് കുഞ്ഞ് ജനിച്ച 5 മാസങ്ങൾക്ക് ശേഷം ആ സ്ത്രീ തൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് തിരിച്ചു വരുന്നത്. എന്നാൽ തിരിച്ചു വന്ന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നവംബർ 4-ന് ആ കുഞ്ഞ് വളരെ ദുരൂഹമായിട്ടുള്ള സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു. സംഭവം എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും തൻ്റെ ഭാര്യ ഒരിക്കലും തൻ്റെ കുഞ്ഞിനെ അപായപ്പെടുത്തില്ല എന്നുള്ളൊരു വിശ്വാസം ആൾക്കുണ്ടായിരുന്നു. എന്തൊക്കെ ഇഷ്യൂ താനും ഭാര്യയും തമ്മിലുണ്ട്, എന്തൊക്കെ ഇഷ്യൂ ഒരു സുമിത്രയുടെ പേരും പറഞ്ഞിങ്ങനെ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും കുഞ്ഞിനൊരിക്കലും അവർ ഉപദ്രവിക്കില്ല എന്നുള്ളൊരു വിശ്വാസം ഇയാളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഓട്ടോപ്സിയും കാര്യങ്ങളൊന്നും വേണ്ടെന്ന് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം എന്താ പറയുക, മരണത്തിന് ശേഷം ഇയാൾ വീടും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തപ്പോഴാണ് ആ ഒരു ഫോൺ കിട്ടുന്നത്. അവർ ഫോണിൽ ആൾ സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോഴാണ് ആൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. അതായത് കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുൻപാണ് നാട്ടുകാർ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുന്നതും അതേപോലെ തന്നെ ആ ഒരു വിവരം ഇയാൾ അറിയുന്നതും പിന്നീടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതും. എന്നാൽ ആ ഒരു ഫോണിലെ മെസ്സേജസും കാര്യങ്ങളും ഗാലറിയൊക്കെ നോക്കിയപ്പോൾ ആൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബന്ധം ജസ്റ്റ് 2 വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയതല്ല എന്നുള്ളൊരു കാര്യമായിരുന്നു. ഏകദേശം 6-7 വർഷങ്ങൾക്ക് മുൻപ് ഇയാളുടെ ഭാര്യയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ടൈമിൽ തുടങ്ങിയിട്ട് അപ്പുറത്തെ വീട്ടിലുള്ള ഈ ഒരു സ്ത്രീയുമായിട്ട് ഇവർക്ക് ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ തൻ്റെ വൈഫിൻ്റെ വായിൽ നിന്ന് താൻ കേട്ടു എന്നുള്ള കാര്യം കൂടെ ഇയാൾ പോലീസിൻ്റെ അടുത്ത് പറയുകയാണ്. ഇതൊക്കെ കേട്ട പോലീസുകാർ ഉടനെ തന്നെ ഈ ഒരു സുമതിയെയും സുമിത്രയെയും കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. എന്നിട്ട് അവരെ ക്വസ്റ്റ്യൻ ചെയ്യാനും തുടങ്ങി.
അതേപോലെ തന്നെ ആ ഒരു ഓട്ടോപ്സി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ബോഡി തിരിച്ച് കുഴിച്ചെടുക്കാനായിട്ട് ആ ഒരു ഗ്രാമത്തിലോട്ട് പോയപ്പോൾ അവിടെ മുഴുവനായിട്ട് ജനങ്ങൾ തിങ്ങി നിറയുകയായിരുന്നു. ജനങ്ങളൊക്കെ നിയന്ത്രിക്കാനായിട്ട് ഒരുപാടധികം പോലീസുകാർക്ക് കഷ്ടപ്പെടേണ്ടി വന്നു. അത്രയും കഷ്ടപ്പെട്ട് ക്രൗഡൊക്കെ കൺട്രോൾ ചെയ്തിട്ടായിരുന്നു ആ ഒരു മൃതദേഹം രണ്ടാമത് പോലീസുകാർ കുഴി തോണ്ടിയെടുക്കുന്നതും പിന്നീട് ഓട്ടോപ്സിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓട്ടോപ്സി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ മർഡർ ആണെന്നുള്ളത് പോലീസിന് മനസ്സിലാവുകയാണ്. ആരാണ് കൊന്നതെന്നുള്ളതും പോലീസിന് മനസ്സിലായി. അതേപോലെ തന്നെ കാരണവും പോലീസിന് മനസ്സിലായി. എന്നാൽ പോലീസുകാർ നോക്കുമ്പോൾ ഇവരെന്തിനാണ് ഈ ഒരു ആൺകുഞ്ഞിനെ മാത്രം അപായപ്പെടുത്തിയത്? അതിനു മുൻപും ഇവർക്ക് ഈ ഒരു റിലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ടൈമിലും ഇവർ പ്രഗ്നന്റ് ആയിട്ടുണ്ടായിരുന്നു, പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് മൂത്തതായിട്ട് വേറെ 2 പെൺകുട്ടികളുണ്ട്. ആ കുട്ടികളുടെ അടുത്തൊക്കെ നല്ല രീതിയിൽ തന്നെയായിരുന്നു ഇവർ പെരുമാറിയിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ട് ഈ ഒരു ആൺകുഞ്ഞിനെ കൊലപ്പെടുത്തി എന്നുള്ളൊരു ചോദ്യം അവരുടെ അടുത്ത് പോലീസുകാർ ചോദിക്കുകയാണ്. അങ്ങനെ പോലീസുകാരുടെ അടുത്ത് ഇവർ കഥ പറയാനായിട്ട് തുടങ്ങി. ഏകദേശം ഒരു 6-7 വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഒരു സുമതിയെ വിവാഹം കഴിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ റിലേറ്റീവ്സിനെയും നൈബേഴ്സിനെയും ഒക്കെ പരിചയപ്പെടുമല്ലോ. അങ്ങനെയാണ് ഈ ഒരു സുമിത്രയെ പരിചയപ്പെടുന്നത്. പരിചയപ്പെട്ടപ്പോൾ തന്നെ ഇവർക്ക് രണ്ടുപേർക്കിടയിൽ ഒരു സ്പാർക്ക് ഉണ്ടാവുകയാണ്. തൊട്ടടുത്ത വീട്ടിലത്തെ ആളാണ്, നൈബറാണ്. അങ്ങനെ ഇവർ തമ്മിൽ സ്ഥിരമായിട്ട് കാണാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങി. ഇവർ തമ്മിൽ ഫോൺ നമ്പർ എക്സ്ചേഞ്ച് ചെയ്തു. അതിനുശേഷം ഇവർ ചാറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇവർ തമ്മിൽ ഭയങ്കരമായിട്ട് അടുക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇവർ തമ്മിലുള്ള ആ ഒരു ഇഷ്ടം വേറൊരു തരത്തിലോട്ട് മാറുകയാണ്. ഇവർ ലവേഴ്സായിട്ട് മാറുകയായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഒരു സൊസൈറ്റിനെ ധിക്കരിച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്നുകൊണ്ട് ഒരുമിച്ച് ജീവിക്കാനൊന്നും സാധിക്കില്ല. സോ നമ്മളുടെ ഫേക്ക് ലൈഫ് അങ്ങനെ പോട്ടെ, നമ്മളുടെ റിയൽ ലൈഫിൽ നമ്മൾ രണ്ടുപേരാണുള്ളത്, നമ്മൾ രണ്ടുപേരാണ് പാർട്ട്നേഴ്സ്. എന്നാൽ ഈ ഒരു ഫേക്ക് ലൈഫിൽ നമുക്ക് ഹസ്ബൻഡ് ഉണ്ട്. ഹസ്ബൻഡിൻ്റെ കൂടെ നമ്മൾ അവരുടെ സെക്ഷൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കിടന്നു കൊടുക്കാം. അതിൽ കുട്ടികൾ ഉണ്ടാവട്ടെ, ആ കുട്ടികളെ നമുക്ക് നോക്കാം. എന്നാൽ റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനും നീ ഒന്നാണ്, നമ്മളാണ് ഒരു ഫാമിലി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലായിരുന്നു ഇവരുടെ ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നിരുന്നത്. സ്റ്റാർട്ടിങ്ങിലൊന്നും ആർക്കും ഒരു സംശയം ഉണ്ടായിരുന്നില്ല. 2 സ്ത്രീകൾ അവർ നല്ല സുഹൃത്തുക്കളാണെന്നുള്ള രീതിയിലായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ പതിയെ ഇവരുടെ ആ ഒരു സൗഹൃദത്തിനപ്പുറത്തേക്കുള്ള ബന്ധം വിസിബിൾ ആവാനായിട്ട് തുടങ്ങുകയാണ്. ആളുകൾ നോട്ട് ചെയ്യാണ്. അതായത് സാധാരണ 2 സുഹൃത്തുക്കളെ പോലെയല്ല, ഇവർ അതിൽ കൂടുതലായിട്ട് ഇടപഴകുന്നുണ്ട്. അതേപോലെ തന്നെ ഇവർ കുറച്ചുകൂടെ ക്ലോസ് ആണെന്നുള്ളത് കാണുന്ന ആളുകൾക്ക് ചെറുതായിട്ട് തോന്നിയിട്ട് അവർ ഇതേപോലെ തന്നെ ഇവരുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ ഹസ്ബൻഡ് പല സമയത്തായിട്ട് അത് നിർത്താനായിട്ട് പറയുകയാണ്. എന്നാൽ തൻ്റെ ഒരു സുഹൃത്ത് മാത്രമാണ്, തൻ്റെ ഒരു സിസ്റ്ററിനെ പോലെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയുകയായിരുന്നു. എന്നാലും വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു സുമതി വീണ്ടും പ്രഗ്നൻ്റ് ആകുന്നത്. യെസ്, 3rd ടൈം അവർ കൺസീവ് ആവുകയായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു 7-8 മാസം ഈ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു. എന്നാൽ 8ാം മാസം ആകുമ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലോട്ട് പോകുന്ന ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ അവർ സ്വന്തം വീട്ടിലോട്ട് പോവുകയാണ്. അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സുമിത്രയുമായിട്ട് അവർ ഫോണിലൂടെയും മറ്റുമൊക്കെ കോണ്ടാക്റ്റ് മാത്രമായിട്ട് ചുരുങ്ങുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ നല്ല സുന്ദരനായിട്ടുള്ള ഒരു ആൺകുഞ്ഞ് ജനിക്കുകയാണ്. അതിനുശേഷം സുമതിയുടെ ലൈഫ് കൂടുതലായിട്ട് ബിസി ആവുകയാണ്. ഓൾറെഡി 2 പെൺകുട്ടികളുണ്ട്, ഇപ്പോഴത്തെ 3ാമതൊരു കുട്ടിയും കൂടെ. അപ്പോൾ തൻ്റെ 2 പെൺകുട്ടികളുടെ കാര്യവും നോക്കണം, ഈ ഒരു കുട്ടിയുടെ കാര്യവും നോക്കണം, അവനവൻ്റെ കാര്യവും നോക്കണം, ഹസ്ബൻഡിൻ്റെ കാര്യമൊക്കെ നോക്കണം എന്നുള്ള ആ ഒരു പ്രാന്തിൽ അവർ വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഒരു പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ സ്റ്റേജിലൂടെ അവരിങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവരുടെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള ഈ ഒരു സുമിത്ര പറയുന്നത്, ഇപ്പം നിനക്ക് എൻ്റെ അടുത്ത് യാതൊരു സ്നേഹവും ഇല്ല, പുതിയ കുഞ്ഞു വന്നതിന് ശേഷം നിനക്ക് നിൻ്റെ വീട്ടുകാരെ, നിൻ്റെ ഹസ്ബൻഡിനെ, നിൻ്റെ കുഞ്ഞിനൊക്കെ മതി, എന്നൊരു മൈൻഡും ഇല്ല, നീ എന്നെ ഒഴിവാക്കുകയാണോ? അങ്ങനെയുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ അപ്പുറത്തെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. ഈ സുമതിക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയില്ല. എന്തൊക്കെ തന്നെ പറഞ്ഞിട്ടും ഈ സുമിത്ര ഇൻസെക്യൂർ ആണ്. അപ്പോൾ എങ്ങനെ തൻ്റെ പ്രണയം പ്രൂവ് ചെയ്യുന്നുള്ളതായി ഈ സുമതിയുടെ മനസ്സിലുള്ളൊരു ചോദ്യം. അങ്ങനെ അവസാനം ഈ സുമതി ഭാരതി സുമിത്രയുടെ അടുത്ത് പറഞ്ഞു, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സുമിത്ര ചോദിച്ചു, ഉറപ്പാണെന്നുള്ളത്. സുമതി ഉറപ്പാണെന്നുള്ളത് പറയുകയാണ്. അപ്പോൾ ഈ സുമിത്ര പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി നീ നിൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിരുന്നു. അവൻ ജനിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾക്കിടയിൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ ഹസ്ബൻഡും അതേപോലെ തന്നെ മക്കൾ ഒക്കെ ഒരു ഇല്യൂഷനാണ്, നമ്മൾ രണ്ടുപേരാണ് ശരിക്കുള്ള ഫാമിലി എന്നുള്ളത്. അപ്പോൾ സ്വന്തം ഫാമിലി ആയിട്ടുള്ള എനിക്ക് വേണ്ടിയിട്ട് നീ നിൻ്റെ കുഞ്ഞിനെ കൊല്ലില്ലേ എന്നുള്ളൊരു കാര്യം ഈ സുമിതയുടെ അടുത്ത് ചോദിക്കുകയാണ്. അവസാനം ഈ സുമതി അതിന് ഓക്കെ പറയുകയും ചെയ്തു. അങ്ങനെ തൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം നോക്കിയിരിക്കുകയായിരുന്നു ഈ സുമതി. അപ്പോഴാണ് നവംബർ 4-ാം തീയതി സുരേഷും തൻ്റെ 2 മക്കളും ഈ സുരേഷിൻ്റെ സിസ്റ്ററും കൂടെ ഷോപ്പിങ്ങിനായിട്ട് ടൗണിലോട്ട് പോകുന്നത്. അപ്പോൾ ആ വീട്ടിൽ ആ ടൈമിൽ ഈ സുമതിയും ആ കുഞ്ഞും മാത്രം ഒറ്റയ്ക്കായിരുന്നു. ഇതാണ് കറക്റ്റ് ടൈമെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആ ഒരു സ്ത്രീ
ആ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷമാണ് ആ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നതും അതേപോലെ തന്നെ കുഞ്ഞ് മരിച്ചുപോയോ എന്നുള്ളൊരു നാടകം കളിക്കുന്നതും ശ്വാസം എടുക്കുന്നില്ല എന്നുള്ള നാടകം കളിക്കുന്നതും. നേരെ അപ്പോഴത്തേനും ഈ സുരേഷും എല്ലാവരും എത്തി. അതിനുശേഷം കുഞ്ഞിനെ നേരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഡോക്ടർ മരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു അൺനാച്ചുറൽ ഡെത്ത് ആയത് കാരണം തന്നെ ഓട്ടോപ്സി ചെയ്യാന്നുള്ള കാര്യം പോലീസുകാരുടെ അടുത്ത് ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ പറയുകയാണ്. എന്നാൽ സുരേഷാണ് സമ്മതിക്കാതെ ആ ഒരു കുഞ്ഞിനെ മറവ് ചെയ്യുന്നത്. പിന്നീട് സുരേഷിന് ഈ ഒരു ഫോൺ കിട്ടുകയായിരുന്നു. ആ ഒരു ഫോൺ കിട്ടിയത് കൊണ്ട് മാത്രമാണ് ആൾക്ക് അത്തരത്തിലുള്ള സംശയവും കാര്യങ്ങളൊക്കെ 100% എന്താ പറയുക ഉറപ്പാവുന്നതും. പിന്നീട് ഈ ഒരു ബോഡി ഇതേപോലെ തന്നെ കുഴിച്ചെടുക്കുന്നതും ഓട്ടോപ്സിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതും. അതേപോലെ തന്നെ പാരലായിട്ട് ആ സ്ത്രീകളെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ സത്യങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നതും. ഈ സുമതി തൻ്റെ സ്വന്തം കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിന് ശേഷം മരിച്ച കുഞ്ഞിൻ്റെ ഫോട്ടോ എടുത്തിട്ട് സുമിത്രക്ക് അയച്ചു കൊടുക്കുകയാണ്. നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തു. ഇപ്പോൾ നിനക്ക് എൻ്റെ സ്നേഹം മനസ്സിലായില്ലേ എന്നുള്ളത്, ഞാൻ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് നിനക്ക് മനസ്സിലായില്ലേ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം, സ്വന്തം കുഞ്ഞിനെ കൊന്നിട്ട് ആ കുഞ്ഞിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തേക്കാണ് അവർ. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അവർ രണ്ടുപേരും ഇപ്പോൾ ജയിലിലാണ്. സുരേഷ് തൻ്റെ കുഞ്ഞിന് നീതി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകുമെന്നുള്ളൊരു സ്റ്റാൻഡിലുമാണ് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.